സഖാവ് EMS പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ഒരാൾ നല്ല അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തിക്കോളൂ, നിങ്ങളെ അവർ ഭയപ്പെടുന്നുണ്ട് എന്നാണ്. പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും കൂടുതൽ കോമാളിയായി മാറുന്ന നിലയാണുള്ളത് എന്ന് കേരളം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ EMSനെ കൂട്ടുപിടിക്കുകയാണ്. EMS എന്താ പറഞ്ഞത്? EMS ജീവിച്ചിരുന്ന കാലത്ത് എന്തായിരുന്നു കോൺഗ്രസിന് EMSനെ സംബന്ധിച്ചുള്ള അഭിപ്രായം? EMSനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഏതെല്ലാം നിലയിൽ കേരളത്തിൻ്റെ തെരുവുകളിൽ അപമാനിച്ചിട്ടുണ്ട്? ശ്രീ കെ പ്രേംകുമാർ, ഇത്രയേറെ വസ്തുത ഇങ്ങനെയായിരിക്കെ 90 ദിവസത്തിനകം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് ഈ പ്രതികളൊക്കെ പുറത്തേക്ക് പോകും, രക്ഷപ്പെടും എന്ന ആശങ്കയല്ലേ കോൺഗ്രസിൽ പ്രതിഫലിച്ചത്? അതിന് നിങ്ങളെങ്ങനെ കുറ്റം പറയും? അല്ല, ഇതിൽ ഇവിടെ VD സതീശനെ കടന്നിട്ട് ആക്രമിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമം കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ നടത്തുന്നത് കണ്ടു. VD സതീശൻ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് നമ്മുടെ നാട്, കേരളം പൊതുവിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ പുറത്ത് അദ്ദേഹം പ്രസംഗിച്ചത്, സഭയിൽ അദ്ദേഹം പറഞ്ഞത്, മന്ത്രി ശ്രീ P രാജീവ് സഭയിൽ ഉന്നയിക്കാത്ത, സഭയിൽ പറയാത്ത കാര്യം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സഭയിൽ പറയുകയും അതിന് P രാജീവ് മറുപടി പറയുകയും ചെയ്ത വിഷയം സഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് തെറ്റായ നിലയിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, അവിടെ അവസരമുണ്ടായിട്ടും ഒരക്ഷരം പറയാതിരുന്നത്, പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് കോടതി ചോദിക്കുന്ന ഇന്ന് കേരളത്തിലെ എല്ലാ സുപ്രധാനമായ വിഷയങ്ങളിലും ഗവൺമെൻറ്റിനെ ഏതെങ്കിലും നിലയിൽ അഴിമതിയുടെ ചെളി പുരളാൻ പാകത്തിലാക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ച് നടത്തിയ എല്ലാ പരിശ്രമങ്ങൾക്കും കിട്ടിയ തിരിച്ചടി. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് കേരളത്തിലെ ഭരണപക്ഷവും മന്ത്രിമാർ. 4-5 മന്ത്രിമാർ എന്നാണ്. ഏതാണാവോ 4-5 മന്ത്രിമാർ? പെരുപ്പിച്ച് പറയുക, എത്ര മന്ത്രിമാർ പറഞ്ഞു സഭയിൽ? അപ്പോൾ അതിലൊന്നും ഒരു കൃത്യതയുമില്ല, വ്യക്തതയുമില്ല. പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും കൂടുതൽ കോമാളിയായി മാറുന്ന നിലയാണുള്ളത് എന്ന് കേരളം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനിടയിൽ EMSനെ കൂട്ടുപിടിക്കുകയാണ്. EMS എന്താ പറഞ്ഞത്? EMS ജീവിച്ചിരുന്ന കാലത്ത് എന്തായിരുന്നു കോൺഗ്രസിന് EMSനെ സംബന്ധിച്ചുള്ള അഭിപ്രായം? EMSനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഏതെല്ലാം നിലയിൽ കേരളത്തിൻ്റെ തെരുവുകളിൽ അപമാനിച്ചിട്ടുണ്ട്? ആ EMS ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് കോൺഗ്രസ്സിന് EMS നല്ല വിളയാണ്. EMS പറഞ്ഞത് ഏത് സന്ദർഭത്തിലാണ്, ഏത് ദിശയിലാണ്, ഏത് ആംഗിളിലാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളതാണോ? സോഷ്യലിസത്തെ, മാർക്സിസത്തെ കൂടുതൽ നവീകരിക്കാനും മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹാൻ, അദ്ദേഹത്തിൻ്റെ പേരുച്ചരിക്കാൻ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് അർഹതയും അവകാശവുമുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഒളിച്ചോടുകയാണ്. മാത്രവുമല്ല, ഇപ്പോൾ ഈ വിഷയത്തിൽ പറയുന്നത് എന്താണ്? പിണറായി വിജയനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടതുമായി ബന്ധപ്പെട്ടാണ്. എവിടെ വെച്ചാണ് കണ്ടത്? യഥാർത്ഥത്തിൽ അജിംഷാദെ അവിടെ P രാജീവ് പറഞ്ഞ ആ ഭാഗം കൂടി ഒന്ന് കാണിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ശബരിമലയിൽ കയറ്റിയതാരാ? കോൺഗ്രസ്സുകാരൻ മറുപടി പറയണ്ടേ? കോൺഗ്രസിൻ്റെ കാലത്തല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ശബരിമലയിൽ കയറുന്നത്? ഒരാളുണ്ട് എന്നതുകൊണ്ട് ഒളിച്ചോടി പോകാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും ഒരു പരിപാടിയിൽ പങ്കെടുത്തു, അടുത്തേക്ക് വരുമ്പോൾ തട്ടി മാറ്റുന്നത് കണ്ടു എന്ന് ഇന്ന് P രാജീവ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കോൺഗ്രസ്സുകാരൻ ഫോണിലുണ്ടെങ്കിൽ കാണിക്കട്ടെ. തീർച്ചയായും നിങ്ങൾക്ക് പ്രതികൂലമായ ഒരു വിധി വരുമ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടെ ആ വിധിയെ സ്വാഗതം ചെയ്യാണോ? വായിൽ തോന്നിയത് പറയുന്നു എന്ന് ഹൈക്കോടതി ജഡ്ജിയെ സംബന്ധിച്ച് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ? ഇടതുപക്ഷത്തെ നിങ്ങൾ ആക്രമിച്ചോളൂ. നിങ്ങളെന്താണ്, നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ നീതിന്യായ വ്യവസ്ഥയെയും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെയും എങ്ങനെയാണ് കാണുന്നത്? അതിലെന്താണ് നിങ്ങളുടെ നിലപാട്? ആ നിലപാട് നിങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ? ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നിങ്ങൾക്ക് ആ നിലയിലുള്ള പ്രതിഷേധ പരിപാടികളാണോ നിങ്ങൾ സംഘടിപ്പിക്കുന്നത്? എന്തായിരുന്നു സഭയിൽ ബഹളം വെച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം? എന്നിട്ട് ഇന്ന് പരസ്യമായി കേരളത്തിലെ ഏറ്റവും വലിയ തമാശ ഇന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞതാണ്. എന്ത് പോക്രിത്തരവും അക്രമവും സഭയ്ക്കകത്ത് കാണിച്ചാലും സ്പീക്കറുടെ ചേംബറിനകത്തേക്ക് മലയാള മനോരമയിൽ വരെ ഫ്രണ്ട് പേജിൽ ഫോട്ടോ വരുന്ന നിലയിൽ
അവിടേക്ക് കടന്നു കയറുകയും അവിടെ നിന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിക്കുകയും സ്പീക്കറെ ആക്രമിക്കാൻ പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന 2 MLA-മാർ, 2 മന്ത്രിമാർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, അവർ നല്ല സമയത്ത് ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് നല്ല സമ്മാനം കിട്ടിയേനെ എന്ന് പറയാവുന്ന നിലയിൽ ഡയസിലേക്ക് ഇടിച്ചു കയറല്ലേ. അതിനെ ന്യായീകരിക്കല്ലേ പ്രതിപക്ഷ നേതാവ് ചെയ്തത്? അത് പ്രതിഷേധമാണ് പോലും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശമെന്ന് കൃത്യമാണ്, വ്യക്തമാണ്. ഇവിടെ സഭയിൽ പരാജയപ്പെടുകയാണ്, പൊതുസമൂഹത്തിൽ പരാജയപ്പെടുകയാണ്, ഒരു കാര്യത്തിനും വ്യക്തതയില്ലാത്ത മറുപടി പറയേണ്ടി വരികയാണ്, ഇന്ന് പറഞ്ഞത് ഇന്ന് വൈകുന്നേരം തന്നെ മാറ്റി പറയേണ്ടി വരികയാണ്. ആ നിലയിൽ പ്രതിപക്ഷം എന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിപക്ഷം എന്നതിൽ നിന്ന് മാറി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ നാടിൻ്റെ, കേരളത്തിലെ ജനങ്ങളുടെ പ്രതിപക്ഷമായി കേരളത്തിലെ പ്രതിപക്ഷം മാറുന്നു എന്ന ഏറ്റവും അപമാനകരമായ കാഴ്ചയ്ക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കുന്നത്. ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ശ്രീ രാജീവ് പറഞ്ഞതുപോലെ കൃത്യമായി ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റുപറ്റി, ഞങ്ങൾ ഈ സമരം ചെയ്തത് ശരിയായില്ല, എന്തുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കാത്തത്? ചർച്ചയിൽ പങ്കെടുത്ത് പറയാമല്ലോ. ചർച്ചയിൽ പങ്കെടുക്കാൻ അതിനുള്ള ധൈര്യമില്ല. അപ്പോൾ എല്ലാ നിലയിലും പരാജയപ്പെടുന്നവൻ്റെ ഒരു വെപ്രാളമായിട്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഓരോ നടപടിയെയും നമുക്ക് കാണാനാവുക. അതിൻ്റെ തുടർച്ചയാണ് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ വന്ന് സംസാരിക്കുന്നതുമെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഇവിടെ നേരത്തെ VS ശിവകുമാറിൻ്റെ സഹോദരൻ പ്രതിയായിട്ടുള്ളൊരു കേസുണ്ട്. പാത്രം ചെറിയ പാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അതിൻ്റെ ഭാഗമായി നടത്തിയെന്ന് കണ്ട് പെൻഷൻ നേരെ ഇപ്പോൾ വാങ്ങുന്നുണ്ടോ അദ്ദേഹം എന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഒന്ന് അന്വേഷിക്കണം. ആരാണ് വിശ്വാസികളുടെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ സ്വന്തം കീശ വീർപ്പിക്കുന്നത്? ആരാണ് വിശ്വാസത്തെ മറയാക്കി നാടിൻ്റെ പൊതുപണം അപഹരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരായാലും ശരി, കേരളത്തിലെ ഗവൺമെൻറ്റിന് ഇതിലൊരു ഒറ്റ താല്പര്യമേ ഉള്ളൂ. ശബരിമല ശാസ്താവിൻ്റെ ഒരു തരി സ്വർണമെടുത്ത ഒരാളും രക്ഷപ്പെടില്ല. സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള അന്വേഷണം നടത്തും, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഈ നാട്ടിലെ വിശ്വാസികൾക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ അവരുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരമൊരുക്കും. തന്ത്രിയായാലും ശരി, ആരായാലും ശരി, അവരെല്ലാം നടത്തിയിട്ടുള്ള എല്ലാ തെറ്റായ നടപടികളെയും കൃത്യമായി പുറത്തു കൊണ്ടുവരാനുള്ള അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന, ഞങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന അന്വേഷണമാകണം, ഞങ്ങൾക്ക് താല്പര്യമുള്ളവരെ സംരക്ഷിക്കണം എന്ന് പറയുന്നതിന് പകരം സത്യസന്ധമായ അന്വേഷണം നടക്കണമെന്നും ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നും മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നും ഞങ്ങളുടെ മടിയിൽ കനമില്ല എന്നും തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണമെന്നും ഇന്ത്യയിൽ പറയാൻ ധൈര്യമുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയാൻ. പിന്നെ ഇവിടെ പറഞ്ഞു ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം. ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തവരിപ്പോൾ കൃത്യമായി ചിന്തിക്കുന്നുണ്ട്. മറ്റത്തൂരിൽ, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ചില പഞ്ചായത്തുകളിൽ എന്തിനാണ് ഞങ്ങൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് എന്ന് ശബരിമലയുടെ പേരിൽ അതുകൊണ്ടാണ് ഈ നിലയിലെത്തിയത് എന്ന് കോൺഗ്രസ് കരുതുക. ജനങ്ങളിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണ പുരോഗതിയുടെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ കുറച്ചെങ്കിലും പുറത്തു വരികയാണ്, സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരികയാണ്. സോണിയാജിയെ കാണാൻ എല്ലാവർക്കും പോകാമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത്. എന്നാൽ ഇദ്ദേഹം ഒന്ന് പോകട്ടെ. കെ കരുണാകരന് അനുമതി നിഷേധിച്ചതാണ് സോണിയാഗാന്ധിയെ കാണാൻ. ശശി തരൂരിന് അനുമതി നിഷേധിച്ചതാണ്. GK മൂപ്പനാർക്ക് അനുമതി നിഷേധിച്ചതാണ്. കോൺഗ്രസിൻ്റെ നെടുനായകന്മാരായി നിന്നവർക്ക് പോലും സോണിയാഗാന്ധിയെ ഇസഡ് സെക്യൂരിറ്റിക്ക് അപ്പുറത്തുള്ള സെക്യൂരിറ്റിയുള്ള ഒരാളെ കാണാൻ ഇപ്പോൾ BJP-യുടെ മുഖ്യമന്ത്രിമാരായിരിക്കുന്ന പഴയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പലർക്കും എത്രമാത്രം കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാക്കൾ ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ളവർ ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന സമയത്താണ് അവിടെ സ്വർണം കട്ടവനും സ്വർണം കൊടുത്തവനും സ്വർണം വാങ്ങിയവനും എല്ലാവരും ചേർന്ന് ഏലസ് കെട്ടുന്നത് എങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് 2 തവണ ഇവരെല്ലാവരും ഒരു ഫ്രെയിമിനകത്ത് എങ്ങനെ ഫോട്ടോയിൽ വന്നു എന്നതിനെ സംബന്ധിച്ച് ഒരക്ഷരം ഈ നാളുവരെ പറയാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായില്ലല്ലോ. അപ്പോൾ സോണിയാഗാന്ധിയെ ഇങ്ങനെ തെരുവിലിട്ട് ചെണ്ടയിൽ കൊട്ടുന്നത് പോലെ കൊട്ടാൻ അവസരം കൊടുത്തത് കേരളത്തിലെ കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് BJP-യുടെ അച്ചാരം വാങ്ങിയാണ് അതിന് നിൽക്കുന്നത് എന്ന് ഇടതുപക്ഷം പറയുമ്പോൾ എന്ത് മറുപടി ഉണ്ട് പറയാൻ? അതിനല്ലേ വിശദീകരണം നൽകേണ്ടത്? അതാണ് തീർച്ചയായും.